ഫസ്ബിന സാക്കിർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്. തൊപ്പിയുടെ പിന്നാലെ മറ്റേ കാമുകിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഇന്റർവ്യൂകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് മറ്റൊരു പയ്യനുമായിട്ട് പ്രേമം, അത് കഴിഞ്ഞ് മറ്റൊരു ചെക്കനുമായിട്ട് പ്രേമം, അത് കഴിഞ്ഞ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. തീവണ്ടി കണക്കെ ആളുകളുടെ പേര് പറയാനുണ്ടാവും ഈ പറയുന്ന ഫസ്മിനക്ക്. അതങ്ങനെയാണ്. ഇത് കഴിഞ്ഞ ദിവസം തൊടുപുഴയിലുള്ള ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറുടെ ലൈഫ് ഇല്ലാണ്ടാക്കാനുള്ള ഊളത്തരം കാണിച്ചിട്ടാണ് ഇപ്പൊ ഇവള് സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നടക്കുന്നു എന്നുള്ളതാണ്. ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്നു, ആള് കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഊളത്തരം. നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം. വണ്ടി ഓട്ടോ ഓടിക്കുന്നത്, വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ചോദിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചും വലിയ ധാരണ വേണമെന്ന് വിചാരിച്ച നടക്കുമോ? സ്റ്റുഡിയോ എന്നാണ് ആള് കേട്ടത്. ഇവൾക്ക് സ്റ്റുഡിയോയിലാത്രേ പോവേണ്ടത്. ആ മനുഷ്യൻ പറഞ്ഞു, ഇതാ ഇവിടെ ഒരുപാട് സ്റ്റുഡിയോ ഉണ്ടല്ലോ, ഏതിലാ പോണ്ടേന്ന് ചോദിച്ചപ്പോ നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്നൊരൊറ്റ ചോദ്യം. അടുത്തത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. എന്തൊക്കെ ഉളത്തര കാണിച്ചേ. പക്ഷെ അധികം വൈകാതെ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കാരണം അത്രമാത്രം ആളുകൾക്ക് ആ കാര്യം മനസ്സിലായി, കമന്റ് വിട്ടു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു റിയാക്ഷൻ വീഡിയോ ഒരു മനുഷ്യൻ ചെയ്തു. എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ ആൾക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ, പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലായി. കള്ളുകുടിയൻ എന്നുള്ള ഒരു ചാപ്പങ്ങ് ചാർത്തി കൊടുക്കുകയാണ്. ആരെ കൊടുക്കുന്നു നോക്കണോ? കോടതിയാണല്ലോ, കോടതി. ഈ പറയുന്ന ഫസ്മിന സാക്കിർ ഊളത്തരാണ് കാണിച്ചത്, ഊളത്തരം. ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ഷിംജിത എഫക്റ്റ് ആണെന്ന് പറയാം. ഷിംജിതയെ പോലെ ആവാൻ കുറെ എണ്ണത്തിൽ ഇറങ്ങി നടക്കുന്നു. ഷിംജിതയുടെ അവസ്ഥ ഒന്നും എനിക്ക് പറയില്ലല്ലോ, ഭയങ്കര സെലിബ്രിറ്റിയാ. എന്തായാലും ആ ഡ്രൈവറുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ ചോദിക്കും. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ദൂരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്, എന്നാ ചെയ്യണേ? എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണിത്. വർഷങ്ങളായിട്ട് ഞാൻ പുള്ളി മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, വെള്ളടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്ന് ചേട്ടൻ പറയും. കൊടുക്കാം. ആ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു എന്നുള്ളത്. ആള് കള്ളു കുടിക്കില്ല, ആളുടെ മക്കൾ രംഗത്ത് വന്നു, ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. പക്ഷെ ഫസ്മിനക്ക് ലക്ഷ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റീച്ച് ആവണം. കാരണം 2-3 അക്കൗണ്ട് പൂട്ടിപ്പോയി. ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടാ ഇൻസ്റ്റാഗ്രാം ഐഡികളൊക്കെ പൂട്ടിപ്പോയിട്ടുള്ളത്. പൈസ ഉണ്ടാക്കാൻ എന്തും ചെയ്യുന്ന അപ്പൊ തന്നെ മനസ്സിലായില്ലേ. തൊപ്പിയുടെ കൂടെ കുറച്ച് കാലം നടന്നു, ഫേമസ് ആയി. അത് കഴിഞ്ഞ് അങ്ങനെ അത് വേറെ കഥയാണ്, അത് പോട്ടെ. അതൊരു ബ്ലൂ സാധനമായിട്ട് കിടക്കും. ആക്ച്വലി ബ്ലൂ അല്ലേ, ആ ബ്ലൂ തന്നെ. അപ്പൊ അത്രേ ഉള്ളൂ. പക്ഷെ എന്തിന് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം വെച്ച് കളിക്കുന്നത്? നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് എന്തിനാണ് അത്ര ഉള്ളത്തരം കാണിക്കുന്നത്? ഷിംജിത് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഓരോന്ന് കാണിച്ച മനുഷ്യൻ ഇപ്പൊ പരലോകത്ത് പോയി. അതുപോലെ ആക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഇവളെയൊക്കെ സെലിബ്രിറ്റി ആയിട്ട് കാണുന്ന ആളുകളെ പറഞ്ഞാൽ മതി. ഇവരൊക്കെ സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ബുദ്ധിയില്ല എന്ന് പറയേണ്ടി വരും. ഒരാളെ ലൈഫാണ് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത്. വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത്, സ്റ്റിയറിംഗ് ഇപ്പൊ ആളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. കോടതി അത്രേ പറയാനുള്ളൂ. പോടാ, അത് വേറെയാണ്, പോട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. പാവപ്പെട്ട ആൾക്കാരുടെ കഞ്ഞിയിൽ കല്ലും മണ്ണും വാരിയിട്ട് ആവരുത് നിങ്ങളുടെ വൈറലാവല്. ആ മനുഷ്യന്റെ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? സംസാരം നിങ്ങൾ കേട്ടില്ലേ? ഒരു കുഴച്ചിലുള്ള ശബ്ദമാണ്. പല ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളത്. അതിനർത്ഥം മദ്യപാനിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അങ്ങ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? അത് ഊളത്തരാണ് എന്നുള്ളതാണ്. ഷിംജിതക്ക് നല്ല കിഡിലനായിട്ട് മറുപടി നമ്മുടെ ബിജു ചേട്ടൻ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ടവരെ നോക്കൂ, ഷിംജിത എഫക്ട് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്, വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവും. ഈ പെൺകുട്ടി സ്റ്റുഡിയോയിലേക്ക് പോകണമെന്ന് പറഞ്ഞ സമയത്ത് ആ പാവം കേട്ടത് സ്റ്റുഡിയോയിലേക്ക് പോകണമെന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഒരുപാട് സ്റ്റുഡിയോകളുണ്ട്, എവിടെയാണ് പോകേണ്ടത് എന്ന്. അത് അംഗീകരിക്കാനോ അത് മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ അനാവശ്യമായ ഇടപെടലായിരുന്നു ഒരാളുടെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞത്. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ ചോദിക്കും. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ദൂരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്, എന്നാ ചെയ്യണേ? എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് അവൾ സ്വയമേ ചിന്തിച്ചെടുക്കുകയാണ്. ആ പാവത്തിന് വയ്യാത്തത് കൊണ്ടാവാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടമോടി അതിന്റെ ക്ഷീണമുണ്ടാവാം. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ, എന്താണ് ഒരു വ്യക്തിയുടെ മാനസിക നില എന്ന് പോലും മനസ്സിലാക്കാതെ ഒരച്ഛന്റെ പ്രായമുള്ള വ്യക്തിയോട് കയർത്തുകൊണ്ട് സംസാരിക്കാൻ നിനക്കാരാണ് അധികാരം നൽകിയത്? ചില ഇൻഫ്ലുവാണങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോണും വെച്ചിട്ട് എന്ത് ഊളത്തരം കാണിച്ചാൽ അത് കാണാനും വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്നുള്ളത്. അതിന് കിട്ടിയ 8ന്റെ പണി തന്നെയാണ് ഇത്. ജനങ്ങൾ മുഴുവൻ ഇടപെട്ടു എന്നുള്ളതാണ്. ആ നാട്ടുകാർ, തൊടുപുഴയിലുള്ള ഓട്ടോ ഡ്രൈവർമാരും മറ്റുള്ള ആളുകളൊക്കെ ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇനി ആ പാവപ്പെട്ട മനുഷ്യന്റെ മകൻ സംസാരിക്കുന്ന ഒരു വോയിസും കൂടിയുണ്ട്, അത് കേൾക്കണം.
അച്ഛൻ തൊഴിൽ ടൗണിലൂടെ ഓട്ടം പോയത്. ഓട്ടം പോയപ്പോൾ അവിടെ KSRTC സ്റ്റാൻഡിലാണ് ഓട്ടം പോയത്. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ പെൺകുച്ചാൽ വേറെ ചെറുക്കനുണ്ടായിരുന്നു. 2 വണ്ടിയെ കയറിയെന്ന് പറഞ്ഞു. വണ്ടിയെ കയറിയിട്ട് സ്റ്റുഡിയോയുടെ അടുത്തുള്ള ഏതോ ഷോപ്പിൽ ഇടാൻ പറഞ്ഞു. അച്ഛന് സ്റ്റുഡിയോ ഏതാ, പഴയ ആൾക്കാരില്ലേ, അവർക്ക് സ്റ്റുഡിയോ എന്ന് അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു വഴി പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടാം, സ്റ്റുഡിയോ ആണെങ്കിൽ ഇവിടെ ഒത്തിരി സ്റ്റുഡിയോസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഈ പെൺകൊച്ച് കടന്ന് റേസായി ചൂടായി ഒച്ചയിടുക ചെയ്തെന്നാ പറഞ്ഞു. വണ്ടിയിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ തൊടുപുഴ ടൗണിൽ കിടന്നിട്ട് സ്റ്റുഡിയോ പറഞ്ഞാൽ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റേസ് ആവുക ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ചേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു 100 മീറ്റർ മാക്സിമം അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ വണ്ടിയിൽ നിന്ന് 2 പേര് ഇറങ്ങിയെന്നാ പറഞ്ഞത്. എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ചെയ്ത്. ഇതാണ് ഉണ്ടായത്. അച്ഛനാണെങ്കിൽ പ്രഷറിന് ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. ഇത് അച്ഛനെ എത്രത്തോളം മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യം. നിനക്കും ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ വിഷമിച്ചാൽ എത്രമേൽ സങ്കടപ്പെടും. അതിനേക്കാളൊക്കെ ഉപരി ഒരു പക്ഷേ ഈ മകൻ സങ്കടപ്പെടുന്നുണ്ടാവും. ഞാൻ ഈ പുള്ളി മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ മൂലം ഞങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന, ഞങ്ങളുടെ അവിടെ അയൽക്കാരൊക്കെ സ്കൂളിലാക്കുന്ന ചേട്ടൻ കുടിക്കുക പോലും ഇല്ല. ബീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാല് ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്ന ചേട്ടൻ കൊടുക്കാം. ആ പാവത്തിന് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള വില എന്താണെന്ന് നിനക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നീ കാരണം ആ പാവം മനുഷ്യന്റെ സത്യസന്ധതയാണ് നശിക്കുന്നത്. നീ കാരണം ആ പാവം മനുഷ്യന്റെ മാന്യതയാണ് നശിക്കുന്നത്. ഒരു മനുഷ്യന്റെ മേലെ ക്യാമറ കണ്ണും വെച്ച് അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അത് പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവൾ എന്താണ് ചെയ്തത്? വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഇത് തന്നെയല്ലേ നമ്മുടെ ദീപകിന്റെ കാര്യത്തിലും സംഭവിച്ചത്. മറ്റൊരു ഷിംജിത ഇവിടെ പിറക്കുന്നു. ഒരിക്കലും ഈ പിറവി നമ്മൾ അംഗീകരിച്ചു കൊടുക്കരുത്. ഇല്ലെങ്കിൽ നാളെ ഇനിയും ഒരുപാട് ദീപകുമാരുണ്ടാകും. ഫാസ്മിന സക്കീർ, ഇനിയെങ്കിലും നിർത്തിക്കോ നിന്റെ എറിയിച്ച നാടകം. ഇനി ഒരിക്കലും മറ്റൊരു ദീപക്കുണ്ടാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിനക്ക് മാത്രമല്ല, റീച്ചിന് വേണ്ടി പരക്കം പായുന്ന ഓരോ ഷിംജിതമാർക്കുമുള്ള കൃത്യമായൊരു മറുപടിയാണ്, താക്കീതാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും പറയേണ്ടത് ഇങ്ങനെ ഉച്ചത്തിൽ ഉറക്കെ വിളിച്ച് പറയണം. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആകെ കോരിത്തരിച്ചു പോയി കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ സംസാര രീതി കേൾക്കുമ്പോൾ തന്നെ അറിയൊരു പാവാണെന്നുള്ളത്. ആ പച്ച പാവത്തിന് ആരും പറയാൻ വരില്ല എന്ന് വിചാരിച്ചു. ആരും സംസാരിക്കാൻ ഉണ്ടാവില്ല എന്നാണ് അവള് കരുതിയത്. പക്ഷെ സംസാരിക്കാൻ 1000 പേര് വരും, ലക്ഷക്കണക്കിന് ആളുകൾ വരും. കാരണം നിന്നെ പോലെയുള്ള ഷിംജിതമാരെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ആയിട്ടുണ്ട് ഇവിടെയുള്ള ആളുകൾ. ഷിംജിതമാര് മാത്രമല്ല, കുറെ ഞരമ്പോളികളുണ്ട്. ഇവർക്കെതിരെയൊക്കെ ശബ്ദം ഉയർത്താൻ ഞങ്ങളെ പോലുള്ള ആളുകൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. ആ പാവപ്പെട്ട മനുഷ്യന്റെ ലൈഫ് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചതിന് നീ ഖേദിക്കും മോളെ, നീ ഖേദിക്കും. ദയവ് ചെയ്ത് ആ പാവപ്പെട്ട മനുഷ്യന്റെ ഓട്ടോറിക്ഷയിൽ തൊടുപുഴക്കാരോടാ പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും കയറണം. അദ്ദേഹം കള്ളു കുടിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ തന്നെ പറയുന്നുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ അവസാനിപ്പിക്കണം ഷിംജിത സാക്കിറെ എന്ന് എനിക്ക് പറയാനുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്. വണ്ടി ഓട്ടോ ഓടിക്കുന്നത്, വെള്ളം ഒഴിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ചോദിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ ചോദിക്കും. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ദൂരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഞാനിത് കട എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്, എന്നാ ചെയ്യണേ. എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണിത്. വർഷങ്ങളായിട്ട് ഞാൻ ഈ പുള്ളി മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വെള്ളടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാല് ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്ന ചേട്ടൻ പറഞ്ഞു. കൊടുക്കാം. വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത് സ്റ്റിയറിംഗ് ഇപ്പൊ ആളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. കോടതി